കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്ന് ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കുന്നത്തൂർ നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാവില്ലെന്നും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരിലേക്കും ആനുകൂല്യങ്ങളും വികസന നേട്ടവും ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്നും വികസന കുതിപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. പ്രഭാരി പ്രകാശ് ജാവദേക്കർ കുന്നത്തൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജ്പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാകില്ലെന്നും ജാവദേക്കർ പറഞ്ഞു. तमिलनाडु में चुनाव हो रहा है, पुडुचेरी में चुनाव हो रहा है और केरल में भी चुनाव हो रहा है। और मैं ये भविष्यवाणी करता हूँ कि इस बार सारे राज्य चुनाव हम जीतेंगे, केरल भी जीतेंगे। ദേശീയ കൗൺസിൽ അംഗം ജി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. കുടുംബമായി മാറിയില്ലേ പിണറായി കുടുംബം? പിണറായി കൊള്ളക്കാരൻ, പിണറായിയുടെ മോളോ ഏറ്റവും വലിയൊരു കൊള്ളക്കാരനെ രണ്ടാമത് എത്തി അവരവരുടെ ഭാര്യയെ ചവിട്ടിക്കൊല്ലാൻ പോയിട്ട് ബന്ധപ്പെടുന്ന 2 കുട്ടികളുള്ള ഒരു കുടുംബമുണ്ട്. പിണറായിയുടെ മുസ്ലിം മരുമോന് നിങ്ങൾ ആലോചിച്ചോണം, വീരയ്ക്കും മകനോട് ഭർത്താവിനെ കളന്നതാണ് അല്ലേ? രണ്ടാമത് കല്യാണം കഴിച്ചു, അവർക്കൊരു കമ്പനി ഉണ്ടാക്കി. എന്താ കമ്പനിയാ? IT കമ്പനി. എന്താ പിണറായി പറഞ്ഞത്? എന്റെ മകളുടെ IT കമ്പനിക്ക് വേണ്ടി പൈസ ഇല്ലാതെ എന്റെ ഭാര്യ കമ്പനിയുടെ ഗ്രാറ്റുവിറ്റി കിട്ടിയ പൈസയാണ് ഒരു IT കമ്പനി ഉണ്ടാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു കൊള്ളക്കാരന്മാര്. ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ, മാമ്പഴത്തറ സലീം, ബൈജു ചെറുപൊയ്ക, ആറ്റുപുറം സുരേഷ്, സന്തോഷ് ചിറ്റേടം, ധനേഷ് പുളിന്താനം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.